ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 13 വാക്യം. യെശയ്യാവ് 43:13. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വലിയവനായ ദൈവം ഒരു വലിയ വെല്ലുവിളി സർവ്വലോകത്തിന് മുൻപാകെ ഇടുകയാണ്. അവിടുന്ന് പ്രവർത്തിക്കാൻ ഒരുമ്പിടുകയാണ്. അത് തടയാൻ ആർക്ക് ധൈര്യമുണ്ട് എന്ന ഒരു ചോദ്യമാണ് ഈ വാക്യത്തിൽ ധ്വനിക്കുന്നത്. പ്രവർത്തിക്കുന്നവൻ ആരാണ്? സർവശക്തനായ ദൈവം, എൽ ഷദായി എന്ന പേരിൽ വെളിപ്പെട്ട ദൈവം. അവിടുത്തെ വിവരണങ്ങൾ എന്നും മനസ്സിനെയും ഹൃദയത്തെയും ഒരുപോലെ ജീവിപ്പിക്കുന്നതാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, സകലത്തെയും ജീവിപ്പിക്കുന്നവൻ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളമുണ്ട്. നല്ല വഴികാട്ടി, നല്ല ആലോചനക്കാരൻ, കൂടെ ഇരിക്കുന്നവൻ, മറയ്ക്കുന്നവൻ, വിടുവിക്കുന്നവൻ, പാറയായവൻ, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചളയുന്നവൻ, അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ. വേദപുസ്തകത്തിൽ ദൈവത്തെ പരിചയപ്പെട്ട ഓരോരുത്തരും അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിയവർ ദൈവത്തെ വർണ്ണിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത വിശേഷണങ്ങൾ ദൈവത്തിനുണ്ട്. അപ്പോൾ ആ ദൈവം പ്രവർത്തിക്കുന്നു, അത് തടയാൻ ആർക്ക് കഴിയും? ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, ആ അധികാരവും കഴിവുമുള്ളവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ പദവി ലഭിക്കുന്നവരുടെ പട്ടികയും പ്രത്യേക വിശേഷണങ്ങളും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഈ ചോദ്യം ചോദിക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്. അവിടുന്ന് സൃഷ്ടാവാണ്, സകലത്തെയും ഉണ്ടാക്കിയവനാണ്. യാക്കോബായിട്ട് സൃഷ്ടിച്ച് ഇസ്രായേലാക്കി രൂപപ്പെടുത്തിയവനാണ്. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ ഒരു പരിശീലനത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും ഒരു നീണ്ട ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇസ്രായേലിൻ്റെ അവസ്ഥ വളരെ മനോഹരം. പണ്ട് നീ യാക്കോബായിരുന്നു, ചതിയനും അവിശ്വസ്തനും കുരുട്ടുബുദ്ധിക്കാരനുമായിരുന്നു. ഇന്ന് നീ ഇസ്രായേലാണ്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവനും വൈശിഷ്ട്യമുള്ളവനുമാണ്. യെശയ്യാവ് 43 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, നീ ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവൻ, നീ ഇന്ന് പേർ വിളിക്കപ്പെട്ടവൻ, നീ ഇന്ന് എൻ്റെ സ്വന്തമാണ്, ഇന്ന് നീ വിലയേറിയവനാണ്, മാന്യനാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, ഇന്ന് നീ എൻ്റെ ദാസൻ, നിനക്ക് ഇന്ന് ഒരു രക്ഷകനുണ്ട്, നീ ഇന്ന് എൻ്റെ സാക്ഷി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. ഈ വാക്യങ്ങളിൽ നീ ആരാണെന്ന് വിവരിച്ചിട്ട് അവിടെ തന്നെ മഹത്വം മുഴുവൻ ഒരു വാക്യത്തിൽ സംഗ്രഹിക്കുന്നുണ്ട്. ഞാൻ തന്നെ യഹോവ, ഞാൻ തന്നെ ദൈവം, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല, ഞാൻ അനന്യൻ തന്നെ, ഈ നിത്യനായ ദൈവം ഞാനാകുവാൻ ഞാനാകുന്നു എന്നരുളി ചെയ്ത മാറ്റമില്ലാത്ത ദൈവം. ആ ദൈവത്തിൻ്റെ പ്രസ്താവനയാണ് ഞാൻ പ്രവർത്തിക്കും. ഇത്രയേറെ പ്രത്യേകതകളോടെ വിളിച്ചു വേർതിരിച്ച തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കും. 2 വലിയ ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നു. തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. അത് ദുർഗ്രാഹ്യമല്ലേ? ഈ കഷ്ടതയിൽ നിന്ന് ഒഴിവാക്കിക്കൂടായിരുന്നോ എന്ന ന്യായമായൊരു ചോദ്യവുമുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, അവിടുന്ന് പ്രത്യേകം സ്നേഹിച്ച് വേർതിരിച്ചതായതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഈ തീയിൽ നിന്നും പുറത്തു വന്നത്. അല്ലെങ്കിൽ എന്നേ ദഹിച്ച് ചാമ്പലായനെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ
ചാമ്പലായി പോകാമായിരുന്ന എത്രയോ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ വിടുവിച്ചു. പ്രവാഹങ്ങൾ ഒഴുക്കിക്കളയേണ്ട സ്ഥാനത്ത് രക്ഷപ്പെട്ടത് ദൈവം വലിയവനായി നമ്മെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചതുകൊണ്ട്, വേർതിരിച്ചത് കൊണ്ടുമാണ്. ദൈവമക്കൾ കഷ്ടതയിൽ നശിച്ചു പോകുന്നില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. മുൻപോട്ട് പോകുന്തോറും അനർത്ഥം കൂടി വരികയാണ്. ആദ്യം വെറും വെള്ളത്തിലൂടെയാണ് കടക്കുന്നത്. പിന്നീട് ഒഴുക്കിക്കളയുന്ന പ്രവാഹങ്ങളുള്ള നദിയിലൂടെയാണ് കടക്കേണ്ടി വരുന്നത്. പിന്നീട് തീയിലൂടെ കടക്കേണ്ടി വരും. അടുത്ത പടി ദഹിപ്പിക്കുന്ന കഠോരമായ അഗ്നിജ്വാലയാണ്. ഇങ്ങനെയുള്ള കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന സാധാരണ മനുഷ്യർ തീർച്ചയായും വിടുതലില്ലാതെ അസ്തമിച്ചിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കണം, പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കുക തന്നെ ചെയ്യും. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ഒരു വലിയ ഉറപ്പ് നമുക്ക് പ്രാപിക്കേണ്ടതുണ്ട്. കഷ്ടതയുടെ, ശോധനയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മെ മാനിക്കുന്ന ഒരു ദൈവം. ആ ദൈവം പറയുന്നു, നീ ഇന്ന് മാന്യനാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്. അത് തിരിച്ചറിഞ്ഞ് ദൈവം മുൻപാകെ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും കാവലിനായും സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമാണ്, അവിടുന്ന് ഞങ്ങളെ മാനിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്നത്തെ പകൽക്കാലം ആ ഉറപ്പോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളിലും യാത്രകളിലും ഒക്കെ അവിടുത്തെ കരുണയും സാന്നിധ്യവും പകരണമേ. ആവശ്യങ്ങളെ നിവർത്തിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിപ്പാനുള്ള ബലം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയിലും കൃപയിലും കാത്തു സൂക്ഷിക്കണമേ. യേശുമശിഹാ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.